ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫാത്തിമാസ് കിച്ചൻ. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടനാടൻ മീൻകറിയാണ്. വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ചട്ടി വെച്ചിട്ട് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ എടുത്ത് ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഉലുവ പൊട്ടി വരണം. ഉലുവ പൊട്ടി കഴിഞ്ഞാൽ അതിലേക്ക് 3 ടീസ്പൂൺ ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചതും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 5 പച്ചമുളകും നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി ചെറിയ പീസാക്കി അരിഞ്ഞതാണെങ്കിലും മതി. എൻ്റെ കയ്യിൽ ഇഞ്ചി പേസ്റ്റ് ഉള്ളത് കൊണ്ട് അത് തന്നെ ഞാൻ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിലേക്ക് ഒരു ചെറിയൊരു കളർ മാറി വരുമ്പോഴേക്കും ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായി വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി ആണെങ്കിൽ നല്ല കളറുണ്ടാവും. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. അതിലേക്ക് 3 വലിയ പീസ് കുടംപുളി എടുത്ത് കഴുകി ചതച്ച് വെച്ചതാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മൊരിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് അതിനുശേഷം മിക്സ് ചെയ്യാം. 2 തേങ്ങയാണ് എടുത്ത് പാൽ പിഴിഞ്ഞ് വെച്ചത്. അതിൽ 1/2 കപ്പ് രണ്ടാം പാലും തലപ്പാൽ വന്നിട്ട് ഒരു കപ്പും അങ്ങനെയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ മാങ്ങ പീസാക്കി വെച്ചിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ചും വന്നിട്ടുണ്ട്, മാങ്ങയും വന്നിട്ടുണ്ട്. മാങ്ങ നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് 1 കിലോ പൂമീൻ ഞാൻ വാങ്ങി കഴുകി പീസാക്കി വെച്ചതാണ്. അതിനെ നമുക്ക് മെല്ലെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മളുടെ കുട്ടനാടൻ മീൻകറിയിൽ ചേർത്ത് കൊടുക്കുന്ന മീൻ. പൂമീനാണ്. ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് വയ്ക്കാം. ഇതേപോലെ തന്നെ തിളച്ച് എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞ് വരണം. ഒരുപാട് ടൈം തിളയ്ക്കാൻ വെക്കണ്ട. രണ്ടാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കുന്നില്ല. അതുകൊണ്ട് കുറച്ച് സമയം തിളയ്ക്കട്ടെ. 2 തണ്ട് വേപ്പില വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ച് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. അതിനുശേഷം ഒന്ന് മെല്ലെ ഒന്ന് എല്ലാ സ്ഥലത്തും എത്തുന്നത് പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. പെരിഞ്ജീരകം ചേർക്കണമെന്നുള്ളവർ മാത്രം ചേർക്കുക. നമുക്കിനി ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം 1 കപ്പ് തലപ്പാലെടുത്ത് വെച്ചത് ഒന്ന് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം പൊടിഞ്ഞു പോകാത്തതുപോലെ മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടിഞ്ഞു പോകരുത്. അതിനുശേഷം നമുക്കൊന്ന് ഫ്ലെയിം സ്ലോവിൽ വയ്ക്കാം. ഒരുപാട് ഫ്ലെയിമിന് വയ്ക്കാൻ പാടില്ല. മെല്ലെ തിളച്ച് വരണം. എന്നിട്ട് നമുക്ക് അതിന് ഉപ്പും പുളിയും ഒക്കെ ഒന്ന് മതിയോ എന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ചുകൂടി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മതിയാവും. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ സ്ലോയിൽ അതൊന്ന് തിളയ്ക്കട്ടെ. 2 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കുട്ടനാടൻ മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.